ഇതേ സംഭവം പിണറായി വിജയന്റെ കീഴിൽ നടന്നപ്പോൾ ഇവരാരും വേണ്ടിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതാണ്. 2022 ഇതേ സമാനമായ സംഭവം കേരളത്തിൽ ഉണ്ടായപ്പോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഈ കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നും പറഞ്ഞുകൊണ്ട് കോലാഹലം ഉണ്ടാക്കിയിട്ടില്ല. ബി ജെ പിക്കാര് പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകളോടുള്ള സ്നേഹമല്ല. ഇത് ഈ തലക്ക് വെളിവുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും. ഇത് പക്ഷെ ആരും പ്രകടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും പേടിയാണ്. ഇതിങ്ങനെ ഭയങ്കര അശ്ലീലം തോന്നിവാസം എന്നല്ല അതിനെന്താ പറയാ. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വാദങ്ങളെ ഇത് പറയാനുള്ളൂ. കന്യാസ്ത്രീകളെ അറസ്റ്റിലായി. രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായി. വെറുതെ പിടിച്ച് അറസ്റ്റിലായിട്ടതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ ശക്തമായ മൊഴി ഉണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി തെറ്റായ മൊഴിയാണെങ്കിൽ ഈ കന്യാസ്ത്രീകൾ അവരുടെ അഭിഭാഷകനെ വെച്ച് വാദിച്ച് കോടതിയിൽ വാദം നടക്കുമ്പോൾ അവരുടേതായ വാദമുഖങ്ങൾ നിരത്തി അപ്പോൾ കോടതി തീർച്ചയായും ഇവരെ വിട്ടയക്കും. അങ്ങനെയല്ലേ ചെയ്യുക. അതിന് പകരം ബ്രിട്ടാസും അല്ലെങ്കിൽ ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖറും അല്ലെങ്കിൽ ഇവിടുത്തെ വി ഡി സതീശനും ഒക്കെയാണോ തീരുമാനിക്കുന്നത്? ഇവരാണോ വിധി കൽപ്പിക്കേണ്ടത്? ഇപ്പൊ ഏതായാലും ഇവർക്ക് ജാമ്യം കിട്ടി. ഇവർ അമിത്ഷാന്റെ അടുത്ത് പോകുന്നു. അമിത്ഷായോട് പറയുന്നു ഇവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി സഹായിക്കണം. അങ്ങനെ അമിത്ഷാ ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറയുന്നു. അതായത് ഈ കേസ് കോടതിയിൽ വരുമ്പോ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യരുത്, പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുത് എന്ന് പറയരുത്, ജാമ്യം കൊടുക്കരുത് എന്ന് പറയരുത്, ജാമ്യം കൊടുക്കണം. ഇത് അമിത്ഷാക്ക് എന്ത് കാര്യം? അമിത്ഷാ ആണോ എല്ലാ കോടതിയിലും പോയി ഇങ്ങനെ കാര്യങ്ങൾ കോടതികളോട് പറയും? എന്ത് നാണക്കേടാണിത്? ഇവിടെ ബി ജെ പി ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, എല്ലാവരും താനി തോന്നിയാസാണ് ചെയ്തത്. എല്ലാവരും. ഇതിനൊക്കെ കാരണം എന്തെന്നറിയോ? ഇതിനൊക്കെ കാരണം 10 വോട്ട്. BJP-ക്കാർക്ക് ആവശ്യം ഈ കന്യാസ്ത്രീകളോട് കണ്ണീരൊഴുക്കിയില്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവനും ഇവരോട് ഇപ്പോൾ കാണിക്കുന്ന ഈ സഹതാപം അല്ലെങ്കിൽ ഇവരോട് ഇപ്പോൾ കാണിക്കുന്ന ഈ അടുപ്പം അങ്ങോട്ട് മാറ്റും എന്നാണ് ഈ BJP-ക്കാരുടെ വിശ്വാസം. BJP-ക്കാർ കരുതിയത് അങ്ങനെയാണ്. അതാണ് ഉടനെ പറയുന്നത് കന്യാസ്ത്രീകൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ എന്ത് തെളിവാണുള്ളത്? രാജീവ് ചന്ദ്രശേഖരൻ എന്ത് ബോധ്യമാണുള്ളത് ഈ 2 കന്യാസ്ത്രീകൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന്? ഛത്തീസ്ഗഡില് മതം മാറ്റം നടക്കാറില്ലേ? ഒന്നുമില്ല. അവിടുത്തെ കോൺഗ്രസ്സുകാർ പറയല്ലോ. അവിടുത്തെ കോൺഗ്രസ്സുകാർ വേണ്ടിയിട്ടില്ല. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാരെ, അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ്സുകാർ വേണ്ടിയിട്ടില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് അറിയാം